ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ രുചികരവും അതുപോലെ ഹെൽത്തിയുമായ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. വീറ്റ് ബ്രെഡ് കിട്ടുന്ന ഏറ്റവും നല്ലതാണ്. വീറ്റ് ബ്രെഡ് കിട്ടില്ല, അതുപോലെ സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടും, വീറ്റ് ബ്രെഡ് കിട്ടും, അതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അത് കിട്ടുമെങ്കിൽ നിങ്ങൾ അത് അവൈലബിൾ ആക്കുക കേട്ടോ. അപ്പം ഇത് ഞാൻ സാധാ ബ്രെഡാണ് എടുത്തത്. അപ്പം മോളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ടാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി വിഭവം. അപ്പം ഞാൻ 4 പീസ് ബ്രെഡ് എടുത്തു. പിന്നെ നമുക്കതിൻ്റെ ഫില്ലിങ് എന്തൊക്കെ നോക്കാം. ഞാനൊരു തക്കാളി എടുത്തു, പിന്നെ ഒരു ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, കുറച്ച് മല്ലിയില ഉള്ളായിരുന്നു, അതിൻ്റെ ഉള്ളത് എടുത്തു, ഒരു സവാള, ചെറിയൊരു പച്ചമുളക്, പിന്നെ നമ്മുടെ കുക്കുംബർ. ഇത്രയാണ് നമ്മുടെ ഫില്ലിങ്ങിന്. പിന്നെ ഈ ഫില്ലിങ്ങിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മയോണൈസ് സോസ് കൂടെ ചേർക്കാം. മയോണൈസ് ഞാനിങ്ങനെ ഒത്തിരി പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതൽ മയോണൈസ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്താണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രുചിക്കൂട്ട് ഞാൻ കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ 2 പുഴുങ്ങിയ മുട്ട, ഇത് നമുക്ക് പീസാക്കിയിട്ട് നമ്മൾ ഗ്രൈൻഡിങ് ജാറിൽ ഇടണം. എന്നിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, ഉപ്പ്, പഞ്ചസാര, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പാല്, പിന്നെ വേണ്ടത് കാണാൻ പറ്റുന്നു വിനെഗറാണ്, അല്ലെങ്കിൽ നാരങ്ങ നീര്. ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്താൽ നല്ല ഹെൽത്തി മയോണൈസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് നല്ല മയോണൈസ് ഉണ്ടാക്കാം. അത് നമുക്ക് ഓയിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹെൽത്തി ആണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ധൈര്യപൂർവ്വം കൊടുക്കാം. വൈകിട്ടാണെങ്കിലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും സപ്പറാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാദ്യം നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഞാൻ 4-5 പീസാക്കി അതിനകത്തോട്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ്, പഞ്ചസാര ഒരു നുള്ളേ എടുത്തിട്ടുള്ളൂ കേട്ടോ, വിനാഗിരി, പിന്നെ നമ്മളെന്തെടുത്ത് വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സിക്കാർ അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മൾ അടിച്ചെടുത്ത ഹെൽത്തി മയോണൈസ് കണ്ടോ, വളരെ അധികം ആ സെയിം ടെക്സ്ചർ തന്നെ കിട്ടും. കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ ഉപ്പൂടെ കുറച്ചുകൂടി ഇട്ട്. അപ്പം നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഉപ്പും കറക്റ്റ് നിങ്ങളുടെ ബാലൻസിലാക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഇതിനകത്ത് ഉപ്പ് കൂടെ കുറച്ചുകൂടി ഇട്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പം ആ ടെക്സ്ചർ തന്നെ കിട്ടി. ഇത് നമുക്കൊരു പാത്രത്തോട്ട് മാറ്റാം. അപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന ബൗളിനകത്തോട്ട് ഞാൻ ഈ മയോണൈസ് ഇട്ട്, വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് മറ്റേത് പച്ചമുട്ടയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത് പുഴുങ്ങിയ മുട്ടയാണ്, കുഴപ്പമില്ല. നമുക്ക് ഈ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ എടുത്ത് ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾ പച്ചക്കറി കഴിക്കും ഇങ്ങനെയൊക്കെ കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. സപ്പറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു സാൻഡ്വിച്ചാണിത്. വളരെ ഹെൽത്തി, വളരെ ഈസിയുമായിട്ടുള്ള, ഇപ്പോൾ എല്ലാവർക്കും തിരക്കാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സാൻഡ്വിച്ച്, ഈസി സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നല്ലതുപോലെ പച്ചക്കറി, മയോണൈസ് സോസ് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കണ്ടോ. ഇതിനകത്ത് നമുക്ക് ഉപ്പോ പഞ്ചസാര നോക്കണമല്ലോ, ഉപ്പോ കുരുമുളക് പൊടിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിയുടെ പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ നമ്മുടെ വിനാഗറോ ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇതെല്ലാം നോക്കി എല്ലാം കറക്റ്റാണ്. നേരത്തെ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിരുന്നല്ലോ, പിന്നെ ആഡ് ചെയ്തില്ലൊന്നും. അപ്പോൾ അത് വെച്ചു. പിന്നെ ഞാൻ 2 പീസ് ബ്രെഡ് എടുത്ത് അതിൽ നമുക്ക് 3-4 സൈസ് രീതി ചെയ്യാം. ഇങ്ങനെ ഞാൻ അരിക് കട്ട് ചെയ്തെടുത്തു, ഇത് അരിക് ഉള്ളതെടുത്തു. പിന്നെ നമുക്ക് പാനിനകത്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫ്രൈ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ ആക്കിയാൽ പിന്നെ ചൂടോടെ കഴിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ് വെക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ മഷ്റൂം ചേർക്കാം, ചിക്കൻ ചേർക്കാം, പിന്നെ അതുപോലെ തന്നെ ഈ ക്യാപ്സിക്കം ചേർക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം കേട്ടോ. അപ്പം നമ്മൾ നല്ല ടേസ്റ്റാണിത്. അപ്പം കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അതിൻ്റെ കോണോട് കോൺ ഞാൻ മുറിച്ചെടുത്തു കണ്ടോ. വളരെ കാണുന്നത് ഭംഗിയല്ലേ.
നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മുറിക്കാം, അല്ലെങ്കിൽ അല്ലാതെ മുറിക്കാം. ബ്രെഡിനകത്തൂടെ ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോരുത്തർ ഓരോ ഇഷ്ടം അനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിങ് കഴിക്കാൻ. നമ്മളല്ലാതെ നേരത്തെ പച്ചമുട്ടയല്ലേ എടുക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് സാൻഡ്വിച്ച് ബ്രെഡ് ആവുമ്പൂടെ നല്ല കട്ടി കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ സപ്പറിൻ്റെ ഇന്നത്തെ വിഭവം തയ്യാറായി കഴിഞ്ഞു. 2 മുട്ട ഞാൻ ഓംലെറ്റ് ബുൾസൈ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രുചികരമായ സാൻഡ്വിച്ചും റെഡിയാക്കി. ഇതാണ് ഇന്നത്തെ വിഭവം. സൂപ്പറാണ്. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ഇതുപോലെ നിങ്ങൾ ഹെൽത്തി മയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഹെൽത്തി ആൻഡ് ഈസി സപ്പർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീ സ്നാക്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇഷ്ടംപോലെ സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് നിങ്ങളെ കാണിച്ചല്ലോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ കോണോട് കോൺ ചേർന്നൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണിത് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അതുപോലെ തന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം വാച്ച് ആൻഡ് ഷെയർ. ഓക്കെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ.